ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ട പോലെ തന്നെ ഡാൻ എപ്പിസോഡ് 2 എപ്പിസോഡ് 1 നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എപ്പിസോഡ് 2 മലയാളം എക്സ്പ്ലനേഷൻ ആണ്. അപ്പോൾ എപ്പിസോഡ് 1 നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് ആദ്യം നിങ്ങൾ പോയി കാണണം. കാരണം അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും ഇത്. കണ്ടിന്യൂഷൻ അല്ല, കണക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അത് കണ്ടാലേ നമുക്ക് ഇതെന്താണെന്ന് മനസ്സിലാവുള്ളൂ. കഴിഞ്ഞതിൽ ഒരു ഏലിയൻ ഫൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അത് നല്ല രസമായിരുന്നു. കാരണം അത് എന്താണെന്ന് മനസ്സിലായാലേ ഇതെന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതിൽ ഇനി നിങ്ങൾക്ക് ആരെങ്കിലും അനിമി വേണോ, അതോ ഇതിലെന്തെങ്കിലും മാറ്റാനുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് പറയുക. അപ്പം നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇനി ഏത് അനിമയാണ് വേണ്ടത് വെച്ചാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പം നമ്മൾ അതിന് മലയാളം എക്സ്പ്ലനേഷൻ ചെയ്യുന്നതായിരിക്കും. ഇതിൽ വീഡിയോയ്ക്കോ ഓഡിയോയ്ക്കോ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും പറയാം. നിങ്ങളുടെ റിയാക്ഷൻ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നമുക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് കംഫർട്ടബിൾ അതുപോലെ മാറ്റാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്ന ആദ്യം ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഇവൻ്റെ ഫൈറ്റ് കഴിഞ്ഞിട്ട് ഇവൻ്റെ വീട്ടിലേക്ക് വരികയാണ്. ഇവൻ്റെ വീട് എന്ന് പറയുന്നത് നമ്മുടെ നായകൻ്റെ വീടല്ല, നായികയുടെ വീടാണിത്. അവരുടെ വീട് സിറ്റിയിൽ നിന്നും കുറച്ച് മാറിയിട്ടുള്ള ഒരു വീടാണ്. അതുകൊണ്ട് ഇത്തിരി പഴയതുപോലെ ആയിരിക്കും. ശരിയാണ്. ഇവർ വീടിനുള്ളിൽ കയറുമ്പോൾ നമ്മുടെ നായകൻ്റെ ബോഡി ഫുള്ളായിട്ടും ഒരു റെഡ് ഫയർ കൊണ്ട് ഇതാവും. കാരണം അവൻ്റെ ഉള്ളൊരു സ്പിരിച്വൽ പവർ ഉണ്ട്. സ്പിരിച്വൽ പവർ ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് സ്പിരിച്വൽ പവർ എങ്ങനെ അവൻ്റെ ഉള്ളിലേക്ക് വന്നു എന്നത് നമ്മൾ എപ്പിസോഡ് 1 പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എപ്പിസോഡ് 1 എന്താ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഇതിനുള്ളിലേക്ക് കടക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവളുടെ ഗ്രാൻഡ്മാ വന്നിട്ട് ഒരു സ്പിരിച്വൽ റണ്ണറാണ്. അപ്പം അതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ സീൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇവൻ്റെ മേലെ സ്പിരിച്വൽ പവർ ഉള്ളതുകൊണ്ട് ഇവന് അതിനുള്ളിൽ കയറാൻ പറ്റാതെ ഇരുന്നത്. അപ്പോൾ എന്തിനാ ഇങ്ങനെ എറിഞ്ഞത് ചോദിക്കും. കാരണം ഇവൻ എന്താണെന്ന് സംഭവം മനസ്സിലായിട്ടില്ല. ആ സീല് ഇവളുടെ അമ്മൂമ്മ വെച്ചാണ്. അപ്പോൾ അവളത് എടുക്കുമ്പോൾ ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കാരണം അത് അവിടെ നിർത്താൻ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് സ്പിരിച്വൽ പവറിനെ വേണമെങ്കിലും വരാൻ പറയും. അപ്പം നീ വന്ന കുഴപ്പമൊന്നും ഇല്ല പറയും. പക്ഷെ അവന് വിശ്വാസം ഉണ്ടാവില്ല. കാരണം വീണ്ടും ആയാൽ പറ്റില്ല. കാരണം അവൻ്റെ ഫിസിക്കലി അവൻ കുറച്ച് ഡൗൺ ആണ്. കാരണം ഫൈറ്റിങ്ങും ഇതും എല്ലാം കൂടി കഴിഞ്ഞിട്ട് അയാളുടെ ബോഡി ഫുള്ളായിട്ട് വീക്കാണ്. ഒന്നാമതേ ആളുടെ ഫിറ്റ്നസ് ഇല്ലാത്തൊരു ബോഡിയായിരുന്നു. പിന്നെ ഇതിനുള്ളിൽ വന്നിട്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ പറഞ്ഞ് നോക്കും. അപ്പോഴായിരിക്കും നമ്മുടെ നായിക തമാശക്ക് പോലെ നിന്റെ ഹെയർ സ്റ്റൈൽ അങ്ങനെ മാറിയിട്ടുണ്ട്, ഇതാണ് നിനക്ക് പഴയതിനെക്കാട്ടും നല്ലത് എന്ന് പറഞ്ഞിട്ട് കളിയാക്കും. അപ്പോൾ വെറുതെ എന്നെ കളിയാക്കണ്ട കേട്ടോ പറയും. എന്നിട്ട് ഇവൻ്റെ വീട്ടിലേക്ക് പോകും. വീട്ടിലേക്ക് പോകുമ്പോൾ വീട് ഫുള്ള് നിശബ്ദമായിരിക്കും. കാരണം ഇവൻ്റെ വീട്ടിൽ വേറെ ആരുമില്ല. ഉള്ളൊരു ഗ്രാൻഡ്മയാണെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ ആണ് ഗ്രാൻഡ്മ വെളിയിൽ പോയിരിക്കുകയാണ്. സിറ്റിയിലേക്ക് രാഷ്ട്രത്തിന് വേണ്ടി പോയിരിക്കുകയാണ്. ശരി പറഞ്ഞിട്ട് ഇവർ വീട്ടിനുള്ളിൽ കയറുകയും ചെയ്യുന്നുണ്ട്. വീട്ടിനുള്ളിൽ കയറിയിട്ട് ശരി എനിക്ക് ഡ്രസ്സ് മാറ്റണമെന്ന് നമ്മുടെ നായിക പറയും. അപ്പം നീ വെളിയിൽ വെയിറ്റ് ചെയ്യ് പറയും. അപ്പോൾ ഞാൻ ശരി പറഞ്ഞിട്ട് ഡോറടയ്ക്കും. ഡോറടച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞതും ആ ഇവൻ്റെ മേലെയുള്ള ഒരു ഇത് വെളിയിൽ വരും. അപ്പോൾ ഇവളുടെ സൈഡ് കിക്ക് പവർ ഉപയോഗിച്ച് അവനെ ചുമലിലേക്ക് മാറ്റി നിർത്തും. ഇവളുടെ സൈഡ് കിക്ക് പവറിൽ ഇവൾക്ക് അധികം കൺട്രോൾ ചെയ്യാൻ പറ്റും. കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട് എന്നൊക്കെ കൺട്രോൾ ചെയ്യേണ്ടതെന്ന്. ശരി പറഞ്ഞിട്ട് അവൾ ഡ്രസ്സ് മാറ്റും. നീ ഇങ്ങനെ നോക്കണ്ട പറഞ്ഞിട്ട് അവൾ ഡ്രസ്സ് മാറ്റും. ശരി, ഞാൻ ഡ്രസ്സ് മാറ്റി കഴിഞ്ഞ് നിങ്ങൾ നോക്കിയോ, അത് എൻ്റെ ഡ്രസ്സാണ്, നീ ഇട്ടോ, വേറെ നാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല പറഞ്ഞിട്ട് കൊടുക്കും. ശരി പറഞ്ഞിട്ട് അവൻ ആ ഡ്രസ്സ് ഇടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ മറ്റേ സ്പിരിച്വൽ പവർ ആ ഗ്രാനി നിനക്ക് പറഞ്ഞാൽ എന്താണെന്ന് ഓർമ്മയുണ്ടാ പറയും. സംഭവം ആ ഗ്രാനി ഇവനെ ശപിച്ചിട്ടുണ്ട്. ആ ഗ്രാനി ശപിച്ച എല്ലാവരുടെയും സുണ്ടക്കായി പോവും. സുണ്ടക്കായി എന്ന് പറഞ്ഞാൽ ബ്രിഞ്ചാൾ, അതിൽ പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത് പോവും. അത് അവനില്ല, ഇപ്പം അവനില്ല. അത് ആ അവൻ്റെ കയ്യിലാണ്. അതിന് ഇത്തിരി പവർ, അതിലാണ് കൂടുതലും പവർ ഉള്ളത്. അപ്പോൾ നമ്മുടെ നായിക വെറുതെ ജസ്റ്റ് എന്നത് കാണിച്ചു തരുമോ പറയും. ഞാൻ നിങ്ങളിൽ അപ്പോൾ ആദ്യം ഒരു ഫ്രണ്ടായിട്ടാണ് കണ്ട്, അല്ലാതെ വേറെ ഒന്നും ആയിട്ടല്ല കണ്ട് എന്നൊക്കെ നമ്മുടെ നായിക പറയും. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഒരു ഫ്രണ്ട് കിട്ടിയാണ് അങ്ങനെ പറയും. ശരി, എനിക്ക് നീ പറഞ്ഞ ഞാൻ കാരണമാണ് നിനക്ക് ഇതൊക്കെ ഉണ്ടായത്, ഞാൻ അതിൻ്റെ സോറി ചോദിക്കണമെന്ന് പറയും. പറയും ഇല്ല ഞാനും അങ്ങനെ തന്നെയായിരുന്നല്ലോ. നെവം പറഞ്ഞിട്ട് ഇവളൊരു ഏലിയനെ കണ്ട് പറഞ്ഞിട്ട് ഒരു പഴയൊരു കെട്ടിടത്തേക്ക് പോവും. അപ്പം അവിടെ വെച്ചും കുറച്ച് അപകടം നടക്കുന്നുണ്ട്. അത് ഞാൻ കാരണമാണ് പറഞ്ഞിട്ട് പറയും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നായകനോട് പറയും, നിന്റെ മറ്റേ സുണ്ടക്കായി കാണാതെ പോയില്ലേ, അത് എനിക്കൊന്ന് കാണാൻ പറ്റുമോ, അതെങ്ങനെയാണെന്ന് ഞാൻ കണ്ടിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ അവൻ ആകെ അപ്സെറ്റ് ആവും. പിന്നെ അതും കൂടാതെ ശരി ഞാൻ നിന്റെ ഇപ്പോൾ എപ്പോഴും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ അടുത്ത് പറയുമ്പോഴേക്കും ആൾ ഫുള്ളായിട്ട് അങ്ങനെ ഇമോഷണലി ഡൗൺ ആവും. കാരണം ഇവന് ഇതുവരെ ആരും ഫ്രണ്ടില്ല. അപ്പം അതുകൊണ്ട് സെഡായിരിക്കുമ്പോൾ അവൾ വേണ്ട വെറുതെ എന്തിനാ അങ്ങനെ ഇരിക്കണേ പറയും. അപ്പോഴാണ് പെട്ടെന്ന് ഇവന് വീട്ടിൽ സൗണ്ട് കേൾക്കും. ഇവൻ്റെ വീട്ടിൽ 2 തരം കോളിംഗ് ബെല്ലുണ്ട്. അത് ഏതൊക്കെയാന്ന് വെച്ചാൽ ഒന്ന് മനുഷ്യന്മാർ വന്നാലുള്ളതും, ഒന്ന് സ്പിരിച്വൽ പവർ ഉള്ളിലേക്ക് വന്നാൽ അറിയുന്നതുമാണ് ആ കോളിംഗ് ബെൽ എന്താണെന്ന് വെച്ചാൽ. നോക്കുമ്പോഴാണ് മനസ്സിലായത് അവിടെ നിന്ന് അവൾ സീലെടുത്തു, അതുകൊണ്ട് ഉള്ളിലേക്ക് എന്തോ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി.
അപ്പോൾ ഈ സീൽ ഇവിടെയുള്ളതുകൊണ്ടാണ് അവർക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വരാൻ പറ്റാണ്ടിരുന്നത്. അപ്പോൾ ഇത് അവിടെ കൊണ്ട് വെച്ചാൽ പ്രശ്നം മാറുമെന്ന് പറഞ്ഞിട്ട് ഇവർ വെളിയിൽ പോകാൻ നിൽക്കും. വെളിയിൽ പോകാൻ വേണ്ടിട്ട് ശരി വേണ്ടിട്ട് പോവും. ഇവർ ശരി ബാക്ക് ഡോർ വഴിയാണ് കേട്ടോ പോകുന്നത്. ബാക്ക് ഡോറിൽ പോയി ഫ്രണ്ടിൽ പോയി ഒട്ടിക്കാൻ പറയും. ശരി ഫ്രണ്ടിൽ പോവാ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ പിന്നെ അതിൽ പറയും ഇത് നോക്കൂ പറയും. നോക്കൂ പറയുമ്പോൾ സംഭവം അവിടെ സ്പിരിച്വൽ പവറിനുകൊണ്ട് ചുറ്റും ഒരു വാൾ ഉണ്ടാവുകയാണ്. ആ വാളിന് ഒരു എൻഡില്ല, അത് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്, മേലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ വീടിന് ചുറ്റും ആ വാള് നിറഞ്ഞു, കാരണം അവിടെ സ്പിരിച്വൽ പവർ ഉണ്ട്. എന്നിട്ട് നോക്കും, ഇല്ല ഇനി നമുക്ക് ഇതിന് വെളിയിൽ പോകാൻ പറ്റില്ല, കാരണം അത് അത്രയും തിന്ന് നല്ല ഹാർഡും ആയിരുന്നു. അപ്പോൾ ശരിയായി നോക്കുമ്പോൾ ഇതിൽ 3 ഡോട്ട്, എന്താ നോക്കുമ്പോൾ ബ്ലഡാണ് സംഭവം. ഇവൻ്റെ മൂക്കിൽ നിന്നാണ് ഈ ബ്ലഡ് വരുന്നത്. അതെന്താ സംഭവം പറഞ്ഞ് നോക്കുമ്പോഴാണ് നമ്മുടെ നായകനും ഇതേ പ്രശ്നം തന്നെ ഉണ്ടാവും. അവനിങ്ങനെ ബ്ലഡ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാവും മൂക്കിൽ കൂടെയൊക്കെ. അവൻ പറ്റില്ല, കാരണം ഇവർ രണ്ടുപേരുടെയും ബോഡി ഇപ്പോൾ നല്ലോണം വീക്കായതുകൊണ്ട് അവൻ ബ്ലഡോ പറഞ്ഞിട്ട് ഇങ്ങനെ അതിശയിച്ച് നോക്കും. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ ഫുള്ള് ഒരു ബ്ലാക്ക് സ്മോക്ക് ഉണ്ട്. ആ ബ്ലാക്ക് സ്മോക്ക് വന്നത് പോയ്സണാണ്. അത് ശ്വസിക്കാൻ പറ്റില്ല. ശ്വസിച്ചാൽ അവർക്ക് മൂക്കിൽ കൂടെ ബ്ലഡ് വരും, അവൻ്റെ ബോഡിക്ക് അത് ഇതാണ്. അപ്പോഴാണ് നായിക നോക്കുമ്പോൾ ഒരു സ്പിരിച്വൽ പവർ ഉണ്ടാവും. റെസ്ലിംഗ് സ്പിരിച്വൽ പവറാണ്. അതിൻ്റെ വായിൽ നിന്നാണ് ഇത് ഈ കറുത്ത പുക പോയ്സണായിട്ട് വരുന്നത്. അപ്പോൾ എന്താ നോക്കുമ്പോൾ അവരും ടെൻഷനാവും. അവർ ഇവനെ ആക്രമിക്കാൻ വന്നിട്ടുള്ളതാണ്. കാരണം ആ സ്പിരിച്വൽ പവർ ഇവനെ അറ്റാക്ക് ചെയ്യാൻ, പിന്നെ ഈ ഗ്രാനിനെ പിടിക്കാനും കൂടിയായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. എന്നിട്ട് ഫസ്റ്റ് അവർ അറ്റാക്ക് ചെയ്യും, പക്ഷെ അതങ്ങനെ രക്ഷപ്പെടും, എന്തോ ഒരു ഭാഗ്യത്തിന് രക്ഷപ്പെടും. പക്ഷെ അവർക്ക് ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. പിന്നെ ഇനി ഒരൊറ്റ വഴിയുള്ളൂ പറഞ്ഞിട്ട് രണ്ടുപേരും ഓടും. കാരണം ഓടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല, പിന്നെ അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടും. എന്നിട്ടും അവർ നോക്കും, പക്ഷെ ഒന്നും പറ്റില്ല. അത് ജസ്റ്റ് ഒന്ന് കൈവീശി ആ കാറ്റിൽ തന്നെ അവർ തെറിച്ചു പോയി വീഴുന്നതായിരിക്കും പിന്നെ കാണുക. പിന്നെ അവർ എങ്ങനെ നോക്കിയിട്ടും അവർക്ക് രക്ഷപ്പെടാനേ പറ്റില്ല. ഇനി എന്താ ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ഇത് ഒരു തല ഏലിയനാണ്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ നായകൻ പറയും. അപ്പോൾ ഏലിയൻ അങ്ങനെ ഇതിനുള്ളിലേക്ക് വരിക? അപ്പോൾ അത് ഗോസ്റ്റ് അല്ലേ പറയും, സ്പിരിച്വൽ പവർ അല്ലേ പറയും. പക്ഷേ സ്പിരിച്വൽ പവറും ഏലിയനും ഒന്നായിട്ടാണ് ഇതിൽ കമ്പയർ ചെയ്തിട്ടായിരിക്കും ഇട്ടുണ്ടാവുക. എന്നിട്ട് ആ ഏലിയൻ, അതായത് ആ സ്പിരിച്വൽ പവർ എന്ന് വേണമെങ്കിൽ പറയാം, അത് വീണ്ടും ആ കറുത്ത പുക വീണ്ടും ഇതാക്കും. അപ്പോൾ അവനെ കണ്ടുപിടിക്കും. എന്നിട്ട് അവൻ്റെ സൈക്കിക് പവർ കൊണ്ട് കൺട്രോൾ ചെയ്യും. പക്ഷേ ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവൻ്റെ കൈ ഒരുമാതിരിയാകും, ടർബോഗ്രാനി, അതായത് ആ പ്രേതത്തിൻ്റെ കൈ പോലെ ആവും അവൻ്റെ കൈ. പക്ഷെ അവൻ എങ്ങനെ മാറ്റുമെന്ന് അറിയില്ല. ശരി ഇങ്ങനെ റിലീസ് ചെയ്ത് എന്തായാലും ഇതുവരെ ആയില്ല, നമുക്ക് എന്ത് ചെയ്യും നോക്കാൻ പറയുമ്പോഴേക്കും ഇവനെ കണ്ടുപിടിക്കും. പിന്നെ അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടും. പിന്നെ ശരി വിട്ടേക്ക്, നമുക്ക് എന്താവുന്ന ഒരു കൈ നോക്കാം എന്ന് പറഞ്ഞിട്ട് ശരി വേണ്ട മെല്ലെ കൺട്രോൾ വിടും. പക്ഷെ അവൻ ട്രാൻസ്ഫോം ആവണ, അതായത് അത് കൺട്രോൾ ചെയ്യണതിന് മുന്നേ തന്നെ അറ്റാക്ക് ചെയ്യും. പക്ഷെ ട്രാൻസ്ഫോം അത് നല്ല കൂളായിട്ട് ബോഡി ഫിസിക്കലി അങ്ങനെ മാറി, സൗണ്ടൊക്കെ മാറി, ആള് നല്ല ലുക്കനാവും. എന്നിട്ട് സൗണ്ട് മാറിയല്ലോ പറഞ്ഞിട്ട് ഇവള് കഴുത്തിന് പിടിച്ചതാക്കും. ശരി എന്തായാലും എന്തായില്ല ഒന്ന് നോക്കാ പറയും. അപ്പോൾ മറ്റേ അതിൽ ഒറ്റ അടി അടിക്കും അവൻ്റെ കൈയും കൊണ്ട്. പക്ഷേ മറ്റേ ബോഡി ഓട്ടോമാറ്റിക്കലി ഡോഡ്ജ് ചെയ്യും. അങ്ങനെയായിരുന്നു മറ്റേ സ്പിരിച്വൽ പവറിൻ്റെ പവർ. അപ്പോൾ അത് ഓവർ പവർ ആയതുകൊണ്ട് അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് ഒറ്റ പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും അവൻ്റെ ബോഡി ഫുള്ളായി വീക്കായി പോയി. കാരണം ഇവർക്ക് കെട്ടിയിട്ട് 2 ദിവസമൊക്കെ ആയിട്ടുള്ളൂ, 1 ദിവസം ആവാനായിട്ടുള്ളൂ. അതുകൊണ്ട് അവർ അതിനെ കൺട്രോൾ ചെയ്യാനും പഠിച്ചിട്ടില്ല. ഇനി എന്ത് കാട്ടും വേണ്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ നോക്കുമ്പോഴാണ് ഇത് റെസ്ലറാണ്. റെസ്ലർ നമ്മുടെ റെസ്ലിങ്ങിനെ മാച്ചിങ്ങിന് വിളിക്കുന്ന പോലെയുണ്ട്. കാരണം റെസ്ലിങ്ങിൻ്റെ അവൻ്റെ കൈ താഴെയാക്കി അവർ തോറ്റു പോകുന്നു പറഞ്ഞിട്ട് നീ കാൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ കാൽ അറ്റാക്ക് ചെയ്യും. അപ്പോൾ കൈ തറയെ തൊടുമ്പോൾ അത് അങ്ങനെ വാനിഷായി പോവും. പിന്നെയും നമ്മുടെ ആ സ്പിരിച്വൽ പവർ കാല് ബാക്ക് ബെൽറ്റ് അടിച്ച് താഴെ വെക്കും. എന്നിട്ട് ശരി പറഞ്ഞിട്ട് ഇവൻ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിരിക്കുമ്പോൾ ഇവന് കൺട്രോൾ ചെയ്യുന്നത് ഞാൻ നോക്കിക്കോളാം, അത് എന്നെ കൊണ്ട് പറ്റും, ഇവനൊക്കെ ഞാൻ എടുത്ത് എറിയും പറഞ്ഞിട്ട് ഡയലോഗ് അടിക്കും. എന്നിട്ട് ഇവൻ്റെ അടുത്ത് നീ ഒന്നും ചെയ്യണ്ട, എന്നെ കൊണ്ട് പറ്റും പറയും. പക്ഷെ ഇട്ടി വാങ്ങിച്ചുകൊണ്ടേയിരിക്കും, പക്ഷെ ഒന്നും പറ്റുകയില്ല. ശരി പറഞ്ഞിട്ട്, പക്ഷെ ഇതുപോലെ ഒരു തരം പ്ലാനിങ് ആയിരുന്നു കേട്ടോ. എന്നിട്ട് ഇവനെ വെളിയിലേക്ക് വിളിക്കും. എന്നിട്ട് സീലെടുത്തിട്ട് ആ ചുമരിൽ വെക്കും. കാരണം ആ ചുമരിൻ്റെ അപ്പുറം പോയാൽ അവർക്ക് കുഴപ്പമില്ല, അതിൻ്റെ ഉള്ളിലുള്ളവർ കത്തി നശിക്കും എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ അത് അങ്ങനെ പോവും, ഇവരാകെ അതിൽ ജയിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാ നമ്മൾ ജയിച്ചടാ എന്ന് പറഞ്ഞിട്ട് പറയുകയും ചെയ്യും. പക്ഷെ വീണ്ടും അവനെ കൺട്രോൾ ലെവൽ ഉണ്ടെങ്കിൽ അവനെ കൺട്രോൾ ചെയ്ത് അവനെ ഹ്യൂമൻ ഫോമിൽ നിൽക്കാൻ പറ്റും പറയും. അപ്പോൾ പറയും ഇതാ വീണ്ടും നിന്റെ ഹെയർ സ്റ്റൈൽ മാറിയല്ലോ, എനിക്ക് തല അങ്ങനെ ചുറ്റണമെന്ന് പറയും. കാരണം
അവരത്രയും പവർ യൂസ് ചെയ്തതുകൊണ്ട് ബോഡി അൺകോൺഷ്യസ് ആയിപ്പോയി. പിന്നെ ഇവൻ്റെ ബോഡി കൺട്രോൾ ചെയ്യണമെങ്കിൽ അവൾ തന്നെ വേണം. പിന്നെ അതങ്ങനെ പോവും. അപ്പോൾ ഇതുവരെയാണ് എപ്പിസോഡ് 2 ഉള്ളത്. ഇനി അടുത്തത് വേണമെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.